നമസ്കാരം. ഇറാനിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം വലിയ തരത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത അത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുക്കാൽ ചാനലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവന്മാരെല്ലാവരും കൂടിയിട്ട് പറയുന്നത് ഇപ്പൊ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും, ഇസ്രായേൽ ഇപ്പൊ തന്നെ ഇല്ലാതെയാകും, ഇസ്രായേലിന് കനത്ത തിരിച്ചടി ലഭിക്കാൻ പോവുകയാണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു 3 പേര് അല്ലെങ്കിൽ 3-4 പേരൊക്കെ 2-3 പേരൊക്കെ ഇരുന്നിട്ട് ഒരു ചർച്ചകൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾക്ക് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും തമ്മിലുള്ള ഈ വൈര്യം അല്ലെങ്കിൽ ഇത് എത്രത്തോളം വലിയ രീതിയിൽ യുദ്ധത്തിലെല്ലാം കലാശിക്കുമോ എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾക്കിപ്പോ ലോകമാധ്യമങ്ങളെല്ലാം പുറത്തുവിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, ഇറാന് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ പോയി കഴിഞ്ഞാൽ ഏതെല്ലാം രാജ്യങ്ങൾ ഇറാന് ശക്തമായിട്ട് പിന്തുണ കൊടുക്കും? ഇന്ത്യയുടെ പിന്തുണ ഇറാൻ ഉണ്ടാകുമോ? ആദ്യത്തെ ചോദ്യം. ഇന്ത്യയുടെ പിന്തുണ അന്നും ഇന്നും അത് ഇസ്രായേലിന് തന്നെയായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെ പിന്തുണക്കും? അതുമില്ല. ഈ പശ്ചിമേഷ്യയിലെ ഏത് രാജ്യമാണ് സൈനിക ശക്തിയിൽ വലിയ രീതിയിൽ ഇസ്രായേലിനെ കടന്ന് അല്ലെങ്കിൽ ഇസ്രായേലിനെ കവച്ചു വെക്കുന്ന ഏത് രാജ്യമാണ്? ഇറാഖാണോ, അല്ലെങ്കിൽ സിറിയയാണോ, ലെബനാണോ, അല്ലെങ്കിൽ ഈജിപ്ത് ആണോ, ഗൾഫിലെ മറ്റ് സൗദി അറേബ്യ അടക്കമുള്ള ഖത്തറൊക്കെ വലിയ രീതിയിൽ ഹമാസിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പാലസ്തീനെയൊക്കെ പിന്തുണക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശക്തമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക സംവിധാനങ്ങളെ മറികടക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇറാനെ വളഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചാരന്മാര് കൃത്യമായിട്ട് ഇറാന്റെ ഉള്ളിൽ, ഇറാന്റെ തലസ്ഥാന നഗരത്തിൽ താമസിച്ചിരുന്ന ഈ ഇസ്മയിൽ ഹനിയയെ നേരിട്ട് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് തകർത്തുകൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇറാന്റെ ഉള്ളിൽ പോലും വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങളോടുകൂടി അല്ലെങ്കിൽ രഹസ്യ സംവിധാനങ്ങളോടുകൂടി ഒരു കൂട്ടം മൊസാദിന്റെ ചാര സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചാരന്മാരവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള തർക്കമില്ല. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോൾ ഇസ്രായേൽ വളഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ വളഞ്ഞിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ ഏത് തരത്തിലാണ് ഇറാനെ തകർക്കാൻ സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വലിയ തരത്തിൽ ലോകത്തെ മുഴുവൻ ഇടക്കിടക്ക് ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. ഞങ്ങൾ പുതിയ മിസൈൽ വിട്ടു, ഞങ്ങൾ പുതിയ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി അല്ലെങ്കിൽ അണുവായുധം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരുടെ ആണവ കേന്ദ്രം അത് എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ആണവ കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പിന്നെ ഉണ്ടാകില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ ആണവ കേന്ദ്രം തകർക്കുക എന്നുള്ള ആദ്യത്തെ ലക്ഷ്യം അത് ഇസ്രായേൽ കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്നുള്ളതിൽ ഒരു തരത്തിലുമുള്ള തർക്കമില്ല. 2-3 വട്ടമാണ് ഇറാൻ ഇതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും മുന്നോട്ട് വന്നത്. ഈ അടുത്ത സമയത്ത് ഇസ്രായേലിലേക്ക് കുറച്ച് ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ട് ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇറാന്റെ ഭാഗത്തുണ്ടായി. ആ ഒരു ശ്രമം ഉണ്ടായപ്പോൾ തന്നെ അതിനെല്ലാം ഒരു എന്താ പറയാ, നമ്മൾ ഉത്സവത്തിന് പൊട്ടിക്കുന്ന പടക്കങ്ങളെ പോലെ തങ്ങളുടെ അയൺ ഡോമുകൾ വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഇതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കി. 1-2 സംഭവങ്ങൾ നിലത്ത് വീഴുകയും ഒരാൾക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത്. ഏകദേശം 500-ന് മുകളിൽ ഡ്രോണുകളാണ് അങ്ങോട്ട് പുറപ്പെട്ടത്, 500-ന് മുകളിൽ മിസൈലുകൾ അയച്ചു. എല്ലാം ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ അവർക്ക് പറ്റുന്നത്. അപ്പോൾ ആ അത്രയും പ്രതിരോധ ശേഷിയുള്ള ഒരു രാജ്യത്തിന്റെ എല്ലാവിധ സ്ഥലങ്ങളും തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇറാനെ സംബന്ധിച്ച് ഇറാന് ഒരു കാര്യം മാത്രമേ ഇപ്പോൾ ബോധ്യപ്പെടാനുള്ളൂ. ഇറാൻ എവിടെയെല്ലാം ഏത് ഭാഗത്തുനിന്നായിരിക്കും ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടിയിടുന്നത്? ഇറാന്റെ അകത്തു നിന്നും അതോടൊപ്പം തന്നെ ഇറാന് പുറത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാവും. കൂട്ടത്തിൽ ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളായിട്ടുള്ള ജർമ്മനിയും ഫ്രാൻസും മുന്നോട്ട് വന്നിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഇല്ലാത്ത ബ്രിട്ടൻ പോലും ഇപ്പോൾ
പരസ്യമായിട്ട് ഇറാനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലൊരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ ഇറാൻ ഈ ഭൂമുഖത്ത് പോലും ഉണ്ടാകില്ല, ആ രീതിയിലേക്കുള്ള പ്രസ്താവനകളുമായിട്ട് വന്നിരിക്കുകയാണ്. കൂട്ടത്തിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് അവരുടെ നാവിക വിഭാഗത്തിന്റെ വലിയ യുദ്ധക്കപ്പലുകൾ ഇറാന് ചുറ്റും കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നു. മിഥുനം സിനിമയിൽ പറയുന്നത് പോലെ ജഗതി നാളികേരം ഉടക്ക് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നിരന്തരമായിട്ട് പറയുക എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രോമത്തിൽ പോലും തൊടാനുള്ള ശേഷി അവർക്ക് ഇപ്പോഴും ഇല്ല എന്നുള്ളതിൽ തർക്കമില്ല. 40 വർഷത്തെ പഴക്കമുള്ള ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിരുന്ന അവരുടെ പ്രസിഡന്റ് ഒരു മലയിടിവിൽ ഇടിച്ചു വീണ് മരിച്ച വിഷയത്തിലടക്കം ഇസ്രായേലിലെ ചാര സംവിധാനങ്ങളെ ഇറാൻ സംശയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതായിരിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകളൊക്കെ വരുന്നുണ്ട്. 40ഓളം ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാന്റെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 18 സൈനിക മേധാവികളെയും പ്രധാനമായിട്ടുള്ള ആളുകളെ ഇസ്രായേൽ ഇതിനു മുന്നും പല ഘട്ടങ്ങളിലായിട്ട് കൊല ചെയ്തിരുന്നു. അതിൽ പലരും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. ഈ ആളുകളെ എല്ലാവരെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സാധിച്ചത് അവരുടെ ടെക്നോളജിയാണ്. അവർ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനെ എല്ലാം തകർത്ത് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ ലോകം മുഴുവൻ പല ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഭാഗത്തുണ്ടാവുന്ന സമയത്തെല്ലാം ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള രാജ്യമാണ് ഇറാൻ. അതിലൊരു തർക്കവുമില്ല. ഇറാനിൽ ഇപ്പൊ ഹൂത്തികൾക്ക് വേണ്ടിയിട്ടുള്ള പല ഡ്രോണുകളും പല ആയുധങ്ങളും പലപ്പോഴായിട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരുടെ സർക്കാരിന്റെ അറിവോടുകൂടി തന്നെ ഇങ്ങനെ കൈമാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല കപ്പലുകളെയും ആക്രമിക്കാൻ ഹൂത്തികൾ പല ഘട്ടങ്ങളിലായിട്ട് ചെങ്കടലിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരു അന്ത്യം കാണണമെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലവിൽ അവരുടെ മാനസികാവസ്ഥ മാറ്റിക്കൊണ്ട് സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ശത്രു രാജ്യങ്ങൾ, ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് പോലും വലിയ ആവശ്യകതയാണ്. അപ്പോൾ ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ആക്രമണ പദ്ധതികളിലേക്ക് ഇറാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യം, അത് വലിയ വില കൊടുക്കേണ്ടി വരും ഇറാൻ, അതിൽ തർക്കമില്ല. എന്നാൽ പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറാന് ചുറ്റും വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങളുമായിട്ട് ഇറാന്റെ അകത്ത് മൊസാദിന്റെ ചാരന്മാരും ഇപ്പോൾ തമ്പടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും സമാധാനത്തിന്റെ ചർച്ചകൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ ഇതൊന്നും പലപ്പോഴായിട്ട് ഒരു തരത്തിലും മുഖവിലക്കെടുക്കാതെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഭീകരവാദികളെ തീറ്റിപ്പോറ്റുകയും ആയുധം നൽകുകയും ചെയ്യുന്ന കലാപരിപാടികൾ തുടർന്ന് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കുക, അതിനെ നശിപ്പിക്കുക എന്നുള്ള എല്ലാ തരത്തിലുമുള്ള ലക്ഷ്യങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേലിന് അതുകൊണ്ട് തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ സൈനിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള പിന്തുണ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് റിപ്പോർട്ട്സ്.